നമസ്കാരം. സർക്കാർ ജീവനക്കാരുടെ വേതനാനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച് CPI മുഖ്യപത്രമായ ജനയുഗത്തിൽ ലേഖനം. കേന്ദ്രവിഹിതം ലഭിച്ചാൽ മാത്രമേ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അനുവദിക്കാൻ സാധിക്കുന്നുവെന്ന വാദഗതി അംഗീകരിക്കാൻ കഴിയില്ലെന്നും തുടർഭരണത്തിൽ കീഴ്വഴക്കങ്ങളെല്ലാം സർക്കാർ അപ്പാടെ അട്ടിമറിക്കപ്പെട്ടുവെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. 2024 ജൂലൈ 1 12ാം ശമ്പള പരിഷ്കരണത്തിന്റെ പ്രാബല്യ തീയതി. എന്നാൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. കേന്ദ്രവിഹിതത്തിൽ വന്ന വലിയ കുറവാണ് ഇതിനു കാരണമെന്ന് ഒരു പരിധിവരെ അംഗീകരിക്കാമെങ്കിലും നികുതിയിലൂടെ വരുമാന വർധനവുണ്ടായ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ അനുവദിക്കാതിരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. മഹാപ്രളയം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ തുടർന്ന് സാമ്പത്തികമായി തകർന്ന കാലഘട്ടത്തിൽ പോലും ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ അനുകൂല സമീപനം കൈക്കൊണ്ട സർക്കാർ തുടർഭരണത്തിൽ കീഴ്വഴക്കങ്ങളെ അപ്പാടെ അട്ടിമറിക്കപ്പെട്ടുവെന്നും കുറ്റപ്പെടുത്തുന്നു. ജീവനക്കാരുടെ ജീവിതാവസ്ഥ ഉൾക്കൊണ്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ചട്ടം 300 പ്രകാരം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ തുടർ ഉത്തരവ് പുറപ്പെടുവിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ ധനകാര്യ വകുപ്പിന് കഴിഞ്ഞില്ലെന്നും മുഖപത്രത്തിലെ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. DA കുടിശ്ശികയടക്കം ആനുകൂല്യങ്ങൾ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച CPI അനുകൂല സർവീസ് സംഘടനകളും പ്രതിപക്ഷ സംഘടനകളും പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.